ഹേ ഗായ്സ്, വെൽക്കം ടു സിനിമയിൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഗുരുവായൂർ അമ്പലനടയിലാണ്. അപ്പോൾ ബിപിൻ ദാസ് ആണ് ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. റിട്ടൺ ബൈ ദീപു പ്രദീപ്. ദീപു പ്രദീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ നോൺ റൈറ്ററാണ്. കാരണം പ്രീസ്റ്റ്, കുഞ്ഞിരാമായണം, അങ്ങനെ അത്രയും ഫേമസ് ആയിട്ടുള്ള കുറേ സിനിമാസ് റൈറ്റ് ചെയ്ത് വന്നിട്ടുള്ളൊരു റൈറ്ററാണ് ദീപു പ്രദീപ്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത് മ്യൂസിക്, പിന്നെ ആക്ടിങ്, കാസ്റ്റിംഗ് ആൻഡ് ഡയറക്ഷൻ. മ്യൂസിക് ചെയ്തേക്കുന്നത് അങ്കിത് മേനോനാണ്. അങ്കിത് മേനോൻ ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. കാരണം ഇതിനകത്ത് 3 മ്യൂസിക്കാണ് ഉള്ളത്. അതിനകത്ത് ഒരു വെഡ്ഡിങ് സോങ് ഉണ്ട്. ആ വെഡ്ഡിങ് സോങ് എനിക്ക് അത്ര കണക്റ്റ് ആയിട്ടില്ല. സ്റ്റിൽ ആ ഒരു വെഡ്ഡിങ് സോങ് ഒഴിച്ച് ബാക്കി 2 സിനിമ ആ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട് എലവേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ആ പാട്ടാണ് കൂടുതൽ നമുക്ക് ത്രില്ലും സസ്പെൻസൊക്കെ തരുന്നത്. പിന്നെ പറയാനുള്ളതാണ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ പേര് ഈ സിനിമയിൽ തന്നെ ഉണ്ട്. പൃഥ്വിരാജ് കുമാരൻ, ബേസിൽ ജോസഫ്, അനശ്വര രാജൻ, നിഖില വിമൽ, ബൈജു, ജഗദീഷ്, അങ്ങനെ കുറേ പേരുണ്ട് ഇതിനകത്ത്. ഇവരെല്ലാവരും അടിപൊളിയായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. മെയിനായിട്ട് പറയാനുള്ളതാണ് പൃഥ്വിരാജ് ആൻഡ് ബേസിൽ. ഇവർ തമ്മിലുള്ള ഗിവ് ആൻഡ് ടേക്ക് അത് അടിപൊളിയായിരുന്നു. പിന്നെ നിഖില വിമലിന് ആ ഒരു സ്ക്രീൻ പ്രസൻസും ആ ചാമിങ്ങും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തു വെച്ച പോലെ തോന്നി. കാരണം ഒരു 2-3 ഡയലോഗേ ഉള്ളൂ മൊത്തത്തിൽ. പിന്നെ എന്നാണ് അനശ്വരരാജൻ ഹാസ് ബിക്കം എ ഗ്രേറ്റ് മെച്ചുവേർഡ് ആക്ടിങ്. എന്ന് വെച്ചാൽ വല്ലാണ്ട് മെച്ചുവേർഡ് ആയിട്ടുണ്ട് കൂടുതൽ. പിന്നെ സൂപ്പർ ശരണ്യ, തണ്ണീർമത്തനൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറേ രീതിക്ക് പുള്ളിക്കാരുടെ ആക്ടിങ് മാറിയിട്ടുണ്ട്. പിന്നെ ബേസിൽ ഹാസ് ബിക്കം ഒരു ഹോംലി സ്റ്റാർ അല്ലെങ്കിൽ ഫാമിലി സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഒരു ടൈറ്റിലൊക്കെ വരുന്നുണ്ട് പുള്ളിക്ക്. പുള്ളിയുടെ ആ ഒരു ക്യൂട്ട് ഫേസ് ആൻഡ് ക്യൂട്ട് സ്മൈൽ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഭയങ്കര കണക്ഷനായിട്ട് തോന്നും. പിന്നെ വന്നതാണ് പൃഥ്വിരാജ് നമ്മൾ കുറേ നാൾ കാണാൻ ആഗ്രഹിച്ച് കുറേ നാൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കൈൻഡ് ഓഫ് റോളാണ് ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. അമർ അക്ബർ ആന്റണിയൊക്കെ കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു കോമിക് റോള് പുള്ളി ചെയ്യുന്നത്. ഗോൾഡ് ചെയ്തപ്പോൾ നമുക്ക് ആർക്കും വർക്കായിട്ടില്ല. നമ്മൾ വല്ലാണ്ട് നിരാശപ്പെടുത്തി പോയൊരു സിനിമയാണ് ഗോൾഡ്. അത് വെച്ച് നോക്കുമ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ വെക്കുമ്പോൾ ഡബ്ബിങ് ആൻഡ് ആക്ടിങ് ഹാസ് ബിക്കം റിയലി ഗുഡ്. പുള്ളിയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസ് ആൻഡ് ആക്ടിങ് സെറ്റായിരുന്നു. പിന്നെ പറയാനുള്ളതാണ് ഡയറക്ഷൻ. വിപിൻ ദാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ജയ ഡയറക്റ്റ് ചെയ്ത ഒരു കിടിലൻ ഡയറക്ടറാണ് പുള്ളി. ഇതിനകത്ത് അവസാനത്തെ ഒരു ഗുരുവായൂർ അമ്പലനടയിലാണ് അവസാനത്തെ സീക്വൻസ് നടക്കുന്നത്. അപ്പോൾ ഈ സീക്വൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഗുരുവായൂർ അമ്പലം ഈസ് ലൈക്ക് ഒരു കുറേ തിരക്കുള്ളൊരു സ്ഥലമാണ്. ഈ സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴും നല്ല തിരക്കുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റോ 2 മിനിറ്റോ അല്ല ആ സീൻസ് ഉള്ളത്. പക്ഷേ ഒരു 10-15 മിനിറ്റ് ഉള്ള സീൻസും അതിൻ്റെ ഇടയ്ക്ക് ഫൈറ്റും കാര്യങ്ങളൊക്കെ വന്ന് അത് എടുത്തു വെച്ചേക്കുന്ന രീതി, ഹി ഹാസ് ഡൺ എ ഗ്രേറ്റ് ജോബ്. ഒന്നും പറയാനില്ല, സെറ്റായിരുന്നു. മോളിവുഡ് ഇൻഡസ്ട്രി ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻഡസ്ട്രി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബാക്ക് ടു ബാക്ക് റിയലി ഗുഡ് മൂവീസ് ഇസ് കമ്മിങ്. പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടുള്ള 200 കോടി നമ്മൾ ഈയിടയ്ക്ക് അച്ചീവ് ചെയ്തു. അങ്ങനെ നോക്കുമ്പോഴാണ് ഇതിനകത്തെ കാസ്റ്റിങ്ങിൽ പൃഥ്വിരാജ് ഉണ്ട്. പൃഥ്വിരാജ് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ബിഗ് തിങ് ആണ് മോളിവുഡ് ഇൻഡസ്ട്രിയിൽ. പുള്ളിക്കാരൻ ഒരു വലിയൊരു പാൻ ഇന്ത്യൻ സ്റ്റാറായി കഴിഞ്ഞു. അപ്പോൾ തന്നെ അത്യാവശ്യം ഒരു പാർ ലെവൽ ഗുഡ് മൂവി വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കളക്ഷൻ വേൾഡ് വൈഡ് തന്നെ കിട്ടും. അങ്ങനെ നോക്കുമ്പോഴാണ് ഇതുപോലത്തെ ഒരു ഫെസ്റ്റീവ് എൻ്റർടൈനർ ഇങ്ങനെ തിയേറ്ററിൽ വന്നിട്ട് വർക്കാവുന്നു. അപ്പോൾ തന്നെ ഒരു വലിയ മാറ്റമാണ് നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടുന്നത്. ആ എക്സ്പീരിയൻസ് നിങ്ങൾ ചെന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാൻ പറ്റുള്ളൂ. ഒരു 150-160 റുപ്പീസ് കൊടുക്കുമ്പോൾ ടോട്ടലി വർത്താണത്. ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടുത്തി തിരിഞ്ഞു വരേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം കോമഡി ഉണ്ട്, റൊമാൻസ് ഉണ്ട്, ഒരു ബ്രൊമാൻസ് ഉണ്ട്. ഇവർ തമ്മിലുള്ള ഗിവ് ആൻഡ് ടേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, അത് തന്നെ നമുക്ക് കുറേ നേരം ഉണ്ടാവും. പിന്നെ ഇതിനകത്ത് കോമഡി സീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള കോമഡീസാണ്. പക്ഷേ ആ ഇത് നമ്മൾ ഈ സിനിമയുടെ ടെംപ്ലേറ്റിലേക്ക് നമ്മളിത് പ്ലേസ് ചെയ്യുമ്പോൾ അത് നമുക്കൊരു ക്രിഞ്ചായിട്ട് തോന്നില്ല. ഞാൻ ഈ പടം കണ്ടു കഴിഞ്ഞ് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏജ് ഡിഫറൻസ് ഇല്ലാണ്ട് എല്ലാവർക്കും, യൂത്തിനും മിഡിൽ ഏജ്ഡിനും ഓൾഡ് ഏജിനും ഒക്കെ പ്രായമുള്ളവർക്കൊക്കെ കാണാൻ പറ്റുന്ന രീതിക്കുള്ള വളരെ ഫൺ എൻ്റർടൈനർ റോളർ കോസ്റ്റർ കിടിലൻ വൈബ് പടമാണ് ഗുരുവായൂർ അമ്പലനടയിൽ. എല്ലാവരും പോയി കാണുക. ഈ സമയത്ത് ഇറങ്ങിയ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസ് തന്നെയാണിത്.
നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.